ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 25-ാം വാക്യത്തിൽ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്ന നെബൂഖദ്നേസർ താൻ തീച്ചൂളയിലേക്ക് വലിച്ചെറിഞ്ഞ 3 എബ്രായ ബാലന്മാർ കെട്ടഴിഞ്ഞ് 4ാമതൊരുവനോടൊത്ത് തീച്ചൂളയ്ക്കകത്തുകൂടി നടക്കുന്ന കാഴ്ച കണ്ട് അത്ഭുതപ്പെടുന്നുണ്ട്. പ്രവാസ ലോകത്ത് യോഗ്യത ലിസ്റ്റിൽ കടന്ന് ഉന്നത സ്ഥാനത്തെത്തുകയും രാജകൊട്ടാരത്തിലെ സുഭകതകൾക്കകത്ത് വിശുദ്ധിയുടെ തനിമ കാത്തു സൂക്ഷിക്കുകയും ചെയ്ത ആ ഭക്തന്മാർ കാണപ്പെട്ട സ്ഥലം രാജകൊട്ടാരത്തിലെ കമനീയ മുറികൾക്കകത്തോ സൗഭാഗ്യങ്ങളുടെ സപ്രപഞ്ചത്തിലോ അല്ല, എരിയുന്ന തീച്ചൂളയ്ക്കകത്തായിരുന്നു. തീച്ചൂളയുടെ നടുവിൽ ഒരു ഭക്തൻ കാണപ്പെടുന്നത് അത്ഭുതമല്ല, സർവ്വസാധാരണമാണ്. നമുക്കിത് സംഭവിക്കുന്നില്ലെങ്കിലാണ് അത്ഭുതപ്പെടുവാനായിട്ടുള്ളത്. കഷ്ടത നമ്മുടെ ജീവിതത്തിന്റെ അതിപ്രധാനമായ ഒഴിവാക്കാനാവാത്തൊരു ഘടകമാണ്. ഒരു കപ്പൽ ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് കരയിലിരിക്കുവാനല്ല, അലറി വിളിക്കുന്ന തിരമാലയുടെ നടുവിലേക്ക് ഇറക്കി വിടുവാൻ വേണ്ടിയിട്ട്. കഷ്ടതയില്ലാത്ത, പരിശോധനയില്ലാത്ത ഒരു അനുഭവമല്ല ക്രിസ്തീയ ജീവിതം. കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴാണ്, തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ആരാണെന്ന് വെളിപ്പെടുന്നത്. നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തീച്ചൂളകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. തീച്ചൂളയുടെ നടുവിൽ വെച്ചാണ് അവിടെ കെട്ടഴിഞ്ഞത്. യഥാർത്ഥ ആത്മീക സ്വാതന്ത്ര്യം എന്താണെന്ന് അനുഭവിച്ചത് തീച്ചൂളയുടെ നടുവില്. അനാവശ്യമായതെല്ലാം കത്തിച്ചു കളഞ്ഞ് ശോഭയേറിയ പൊന്നുപോലെ പുറത്തു വരുവാൻ നമ്മെ കടത്തിവിട്ട തീച്ചൂളയുടെ ദൈവിക പദ്ധതികൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. തീച്ചൂളയ്ക്കകത്തായിരുന്നപ്പോഴും ഒരു ദോഷവും സംഭവിച്ചില്ല. വസ്ത്രം കത്തിപ്പോയില്ല, രോമം കരിഞ്ഞില്ല, തീയുടെ മണം പോലും തട്ടിയില്ല. കഷ്ടതയുടെ കഠിന ശോധനയ്ക്കകത്തായിരുന്നപ്പോൾ ആത്മമണ്ഡലത്തിന് കോട്ടം തട്ടിയില്ല, കൃപാവരം ചോർന്നില്ല, ആത്മനിറവിന് നഷ്ടമൊന്നും സംഭവിച്ചില്ല. പരിശോധനയ്ക്കകത്താണെന്ന തോന്നല് പോലും ഉണ്ടായില്ല. തീച്ചൂളയുടെ നടുവിൽ കാലിന്റെ ബലം ക്ഷയിച്ചില്ല, ശക്തി ചോർന്നില്ല, ഞരമ്പ് പൊട്ടിയില്ല. ആരോഗ്യത്തോടെ അതിന്റെ നടുവിലൂടെ നടക്കാൻ ദൈവം കാലിനെ ബലപ്പെടുത്തി. എല്ലാറ്റിലും ഉപരി തീച്ചൂളയുടെ നടുവിൽ വെച്ച് 4ാമതൊരുവന്റെ സാന്നിധ്യം ഇവർ അനുഭവിച്ചറിഞ്ഞു. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു ദൈവിക സാന്നിധ്യം അനുഭവിച്ചത് തീച്ചൂളയിലൂടെ കടന്നുപോയപ്പോഴാണ്. തീയുടെ ബലമെടുത്ത് കർത്താവിന് തീച്ചൂളയ്ക്കകത്തേക്ക് ഇറങ്ങണമെന്നില്ല. 4 യാമങ്ങൾ നീണ്ടുനിന്ന് വലഞ്ഞു പോയൊരു യാത്രയുടെ ഒടുവിൽ ശിഷ്യന്മാരുടെ അരികിലേക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വന്നത് തിരമാലയുടെ നടുവിലൂടെ തന്നെയായിരുന്നു. കരക്കിരുന്നൊരു വാക്ക് കൽപ്പിച്ചാൽ കടലിനെ സ്വന്തമാക്കാൻ കർത്താവിന് കഴിയും. പക്ഷേ പ്രതിസന്ധിയുടെ ഓളപ്പരപ്പിനകത്ത്, കഷ്ടതയുടെ തീച്ചൂളയ്ക്കകത്ത് ഞാനും നിങ്ങളും ഒറ്റയ്ക്കല്ലെന്ന്, നമ്മുടെ കൂടെ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് നമ്മെ ഉറപ്പിക്കുവാൻ അതിന്റെ നടുവിലൂടെ കർത്താവ് കടന്നു വരുവാനിടയായി. തീച്ചൂളയുടെ നടുവിലേക്ക് കർത്താവ് ഇറങ്ങി വരുവാനിടയായി. ഈ സാന്നിധ്യം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ ആർജവത്തോടെ വിളിച്ചു പറയും, 7 മടങ്ങ് ജ്വാല വർദ്ധിപ്പിച്ചാലും സാരമില്ല, സാന്നിധ്യം വെളിപ്പെടുമെങ്കിൽ തീച്ചൂള ഞങ്ങൾക്ക് സന്തോഷമാണ്. ഈ തീച്ചൂളയ്ക്ക് അകത്ത് നിന്ന് ഈ ഭക്തന്മാർ പുറത്തു വന്നത് സാധാരണ എബ്രായ ബാലന്മാരായിട്ടല്ല, ഒരു സാമ്രാജ്യം മുഴുവനും ആദരവോടെ നോക്കുന്ന ദൈവപുരുഷന്മാരായിട്ടാണെങ്കിൽ, കഷ്ടതയുടെ കഠിന ശോധന കഴിഞ്ഞ്, തീച്ചൂളയുടെ തീവ്രമായ സമയങ്ങൾ കഴിഞ്ഞ് ആദരവോടെ ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നൊരു ദൈവപ്രവൃത്തിയുടെ സമയമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് കഷ്ടത സന്തോഷത്തോടെ തരണം ചെയ്യാൻ, തീച്ചൂളകൾ സന്തോഷത്തോടെ സഹിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.